ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാടിൽ തന്നെ പ്രകൃതിയായി സൃഷ്ടിച്ച ഒരു ശിവക്ഷേത്രത്തിലേക്കാണ്. അതെ, അധികം ആർക്കും അറിയാത്ത ഒരു ശിവക്ഷേത്രം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം. നൂറ്റാണ്ടുകളോളം പഴക്കമേറിയതും മനുഷ്യൻ സൃഷ്ടിച്ചതിനെ പ്രകൃതി ഏറ്റെടുത്തതുമായ ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കൽമണ്ഡപവും അതിനകത്തൊരു നന്ദിയും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ പടിക്കെട്ടുകളിലും നിറയെ വിളക്കുകളൊക്കെ കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് വിശേഷ ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു ശിവക്ഷേത്രമായിരിക്കും ഇത്. ഈ ഒരു ശിവക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിൽ കമൻ്റായിട്ട് ഇടണം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും മനോഹരമായൊരു ആൽമരം തന്നെയാണ്. ശരിക്കും ക്ഷേത്രത്തിൻ്റെ 3 സൈഡിലും ഈ ഒരു ആൽമരത്തിൻ്റെ വേരുകൾ ഒരു മതിൽ പോലെയാണ് നിൽക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഗായത്രി പുഴ ഒഴുകുന്നത് കാണാം. അങ്ങനെ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട നമ്മുടെ ഈ ക്ഷേത്രം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാടുള്ള കുനിശ്ശേരിയിലാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. കൂടുതൽ വിശേഷങ്ങൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.